Hi friends, Michael Scientis'ലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സാംസങ് ഗാലക്സി ബുക്ക് 5 ലാപ്ടോപ്പ് ആണ്. സോ നമുക്ക് ഇതിന്റെ അൺബോക്സിംഗിലോട്ട് കിടക്കാം. ഇതിലെ നെയിം ഓഫ് കമ്മോഡിറ്റി എന്ന് പറയുന്നത് ഗാലക്സി ബുക്ക് 5 ആണ്. ഇതിൻ്റെ മോഡൽ നമ്പർ NP750HD1LN ആണ്. സോ ഇതിൻ്റെ നെറ്റ് ക്വാണ്ടിറ്റി 1 ആണ്. പിന്നെ കണ്ടൻസ് എന്ന് പറയുന്നത് നോട്ട്ബുക്ക് കമ്പ്യൂട്ടർ 1 നമ്പർ, അതുപോലെ കേബിൾ 1 നമ്പർ, AC അഡാപ്റ്റർ, പിന്നെ ഓപ്പറേഷണൽ മാനുവൽ 1 നമ്പർ ആണ്. പിന്നെ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 99,990 ആണ്. ഇതിൻ്റെ ഡയമെൻഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 22.80 × 35.66 ആണ്. ഇതിൻ്റെ വെയിറ്റ് 1.56 കിലോ ആണ്. സോ ഇതിൻ്റെ വാട്ടേജ് എന്ന് പറയുന്നത് 45 വാട്ട്സ് ആണ്. സോ ഇതിൻ്റെ കൺട്രി ഓഫ് ഒറിജിൻ വിയറ്റ്നാം ആണ്. അതേപോലെ തന്നെ ഇത് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് സാംസങ് ആൾ ഇന്ത്യ ഇലക്ട്രോണിക് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഇതാണ് ഇതിൻ്റെ യൂസർ മാനുവൽ. സോ ലാപ്ടോപ്പ് എങ്ങനെ ഹോം പേജിൽ നിന്ന് ഓപ്പൺ ചെയ്യാമെന്ന് ഈ മാനുവൽ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് അഡാപ്റ്റർ ചാർജർ കാണാൻ വേണ്ടി സാധിക്കും. സോ ടൈപ്പ് C ചാർജറാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജിയാണിത്. ഇവിടെയാണ് നമ്മുടെ ലാപ്ടോപ്പ് വരുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ചാർജർ കാണാനായിട്ട് സാധിക്കും. സോ ഇതിനകത്ത് നമുക്ക് വാറണ്ടി കാർഡ് കിട്ടുന്നുണ്ട്. സോ നാഷണൽ വാറണ്ടിയാണ് ഇവർ കൊടുക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ടൈപ്പ് C ചാർജർ എന്ന് പറയുന്നത്. സോ നല്ല ലെങ്ത് ഉള്ള വയർ തന്നെയാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് ലാപ്ടോപ്പ് അൺബോക്സ് ചെയ്യാം. നല്ലൊരു പാക്കേജിൽ തന്നെയാണ് നമ്മുടെ ലാപ്ടോപ്പ് വന്നിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ സാംസങ്ങിൻ്റെ ബ്രാൻഡിങ് ലോഗോ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സാംസങ്ങിൻ്റെ ഹോം പേജ് ഓപ്പൺ ആയി വരുന്നത് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ബട്ടർ പേപ്പർ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ കാണാൻ വേണ്ടി സാധിക്കും ഇൻറ്റൽ കോർ അൾട്രാ 5ൻ്റെ പ്രോസസ്സറാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇൻറ്റലിൻ്റെ ഗ്രാഫിക്സും ഇവിടെ നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. സോ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിംഗർ പ്രിൻറ്റ് ഇട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടില്ല, ഓപ്പൺ ആയിട്ടുണ്ട്. സോ നല്ലൊരു ടച്ച് പാഡാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. സോ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു വീഡിയോ എന്തെങ്കിലും പ്ലേ ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് ജസ്റ്റ് വൈഫൈ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. സോ വൈഫൈ കണക്റ്റ് ആയിട്ടുണ്ട്. സോ ഡിസ്പ്ലേക്ക് നല്ല ക്വാളിറ്റി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിൽ നമുക്കൊരു ലാൻ പോർട്ടും ഒരു HDMI പോർട്ടും 2 ടൈപ്പ് C പോർട്ടുമാണ് വരുന്നത്. സോ ഈ ഒരു ടൈപ്പ് C പോർട്ട് വഴിയാണ് നമ്മൾ ഈ ലാപ്ടോപ്പ് ചാർജ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് വന്നാൽ നമുക്ക് ഒരു SD കാർഡ് സ്ലോട്ടും, പിന്നെ ഒരു ഓക്സ് കേബിളും, പിന്നെ 2 USB സ്ലോട്ട്സും, പിന്നെ വേറൊരു മിനി USB പോർട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ബെൻഡിങ് ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. സോ 180 ഡിഗ്രി വരയ്ക്കും നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിനെ ബെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും.
ഇത് കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ മാക്സിമം ബെൻഡിങ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് പെയിൻ്റ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നല്ല ടൈപ്പ് സ്പീഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ക്യാമറയും 2 മൈക്കും കാണാനായിട്ട് സാധിക്കും. സോ ഇതാണ് ക്യാമറ, പിന്നെ 2 മൈക്ക്. സോ ജസ്റ്റ് ക്യാമറ ആപ്ലിക്കേഷൻ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ക്യാമറ ഓപ്പൺ ആയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഫ്ലാഷ് ഒന്ന് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. ഇതാ കണ്ടില്ല, നല്ലൊരു ക്വാളിറ്റി തന്നെ ഈ ഒരു ക്യാമറയ്ക്ക് കിട്ടുന്നുണ്ട്. ഈ വീഡിയോയിൽ നിങ്ങൾ കാണാനായിട്ട് സാധിക്കും. കണ്ടില്ലേ? സോ ഇതാണ് നമ്മുടെ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ക്യാമറ ക്വാളിറ്റി എന്ന് പറയുന്നത്. സോ വീഡിയോ കോളിങ്ങിന്, വീഡിയോ കോൺഫറൻസിനും എല്ലാം തന്നെ നല്ലൊരു ക്വാളിറ്റി തന്നെ ഈ ഒരു ക്യാമറ നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ ക്യാമറയുടെ ആ ഒരു ലൈറ്റും ഇവിടെ ഓൺ ആയിട്ടുണ്ട്. നമുക്ക് വീഡിയോ ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്ത് നോക്കാം. ഇതാ കണ്ടില്ലേ, നമ്മുടെ വീഡിയോ ഇവിടെ റെക്കോർഡായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഫോൾഡറിൽ പോയി ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. കണ്ടില്ലേ, നമ്മളെടുത്ത വീഡിയോ ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇത് തന്നെ നമുക്ക് സാംസങ് നോട്ട്സ് എല്ലാം തന്നെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഷട്ട് ഓഫും ഞാൻ ചെയ്ത് കാണിക്കുന്നതാണ്. സോ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫോണിലെ ആ ഒരു ഹോം ബട്ടൺ പോലെ തന്നെയാണ് ഈ ഒരു ബട്ടണും പ്രവർത്തിക്കുന്നത്. സോ ഷട്ട് ഡൗൺ ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് ഈ ഒരു ലാപ്ടോപ്പിനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാ ആപ്പിനെയും ജസ്റ്റ് ഒന്ന് ക്യാൻസൽ ചെയ്ത് ഹോം പേജിലോട്ട് നമ്മൾ പോകണം. നമ്മൾ ഹോമിലെത്തിയിട്ടുണ്ട്. ഹോമിലെത്തിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഈ ഒരു പവർ ബട്ടൺ പിടിക്കുക, ഷട്ട് ഓഫ് ആവും. സോ ഇനി നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യണം. ഇത് ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ദ ഷട്ടിങ് ഡൗൺ. സോ ഇവിടെയാണ് നമുക്ക് സാംസങ്ങിൻ്റെ ഒരു ബ്രാൻഡിങ് വരും. സോ ഓവറോളായിട്ട് നോക്കുമ്പോൾ ഈ ഒരു ലാപ്ടോപ്പ് വളരെ തന്നെ തിന്നസ്റ്റ് ലാപ്ടോപ്പാണ്. നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നതാ തിന്നെന്ന് വെച്ചാൽ എത്രയും തിന്നാണ്, നല്ല തിന്നാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു എയർ വെൻറ്റും അതേപോലെ തന്നെ 2 സ്പീക്കേഴ്സും, സ്റ്റീരിയോ സ്പീക്കേഴ്സും നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. സോ അതുപോലെ തന്നെ 4 റബ്ബർ ഗ്രിപ്പും ഇവിടെ നമുക്കുണ്ട്. സോ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ ആ ഒരു തിന്നസും ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, ഇത്രയും തിന്നാണ് ഇതിൻ്റെ ആ ഒരു തിക്നെസ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ മറ്റുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമ്മൾ പാർട്ട് 2-ൽ ചെയ്യുന്നതായിരിക്കും. സബ്സ്ക്രൈബ്. സോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് ചാർജർ എന്ന് പറയുന്നത്. സോ ഒരു ചാർജർ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൽ പ്ലഗ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം. സോ ഇവിടെ നമ്മൾ ടൈപ്പ് സി കൊടുത്തിട്ടുണ്ട്, ബ്ലൂ കളർ ഇൻഡിക്കേഷനാണ്. സോ നമുക്ക് നെക്സ്റ്റ് പോർട്ട് നമ്മുടെ ടൈപ്പ് സി ചാർജറിലോട്ട് കൊടുക്കാം. നമ്മുടെ ബ്ലൂ കളർ ചാർജ് ആവാൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
ഇവിടെ നമുക്ക് ചാർജിങ് ഇൻഡിക്കേഷനും കാണുവാനായിട്ട് സാധിക്കും 85%.